ന്യൂമോണിയയും ശ്വാസതടസ്സവുമായി നാളുകൾ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നത് ഇങ്ങനെയുള്ളൊരു യാത്ര പറച്ചിലായിരുന്നു എന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. വിശുദ്ധ വാരത്തിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ പാപ്പ ഫ്രാൻസിസ് ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. പല പ്രാവശ്യം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചേർന്നു. പാവങ്ങളോടും ഒറ്റപ്പെട്ടവരോടും ഒപ്പമായിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ രോഗാവസ്ഥയിലും പെസഹ വ്യാഴാഴ്ച ജയിൽ സന്ദർശിച്ച് കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് സമയം കണ്ടെത്തി. ഈസ്റ്റർ ദിനത്തിൽ പോപ്പിൻ്റെ ഔദ്യോഗിക ആശീർവാദമായ ഊർബി എത് ഓർബി എന്ന ലോകത്തിനുള്ള ആശീർവാദം നൽകുവാൻ സെൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ക്ഷീണിതനാണെങ്കിലും എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശം ഒരു സഹായി വായിച്ചു. അവസാനം ആശീർവാദം ലോകത്തിന് നൽകി. പതിവിലും വിപരീതമായി സെൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിലൂടെ ഒരു ചെറിയ പ്രയാണം നടത്തി. ജനങ്ങൾക്കിടയിലൂടെ പോയി തിരിച്ച് നടന്നു പോകുമ്പോൾ ആരും കരുതിയില്ല അതിങ്ങനെയുള്ള ഒരു യാത്രയ്ക്കുള്ള ഒരുക്കമായുള്ള യാത്ര പറച്ചിലായിരുന്നു എന്ന്. ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ച രാവിലെ ചില അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. പെട്ടെന്ന് ഒരു സ്ട്രോക്ക് സംഭവിച്ചു. തുടർന്ന് കോമയിലേക്ക് പോയി. ഹൃദയസ്തംഭനത്തിലൂടെ സ്വർഗയാത്ര തുടർന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ പെട്ടെന്ന് എല്ലാം സംഭവിച്ചു. 2025 ഏപ്രിൽ 21 തിങ്കളാഴ്ച രാവിലെ സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് യാത്രയായി. എല്ലാവരോടുമുള്ള അവസാനത്തെ വാക്ക് ഹാപ്പി ഈസ്റ്റർ. ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടുള്ള യാത്ര. ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ ഉദ്ധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള സന്ദേശവും ഇത് തന്നെ, ഉദ്ധാനത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് യാത്ര ചെയ്യുവിൻ.